നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഈ ബന്ധം ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ ഒരാളെ, ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആൻഡ് അവരെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഡീപ്പായിട്ട് അവരെ മനസ്സിൽ കൊണ്ടുവരിക, അവരെ പിക്ചർ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സന്തോഷമാണോ കൊണ്ടുവരുന്നത്, അതോ ഒരു വിഷമമാണോ നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷമാണോ കാണുന്നത്, അതോ അതിൽ ഇപ്പം നിങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. സോ നമുക്ക് നോക്കാം, മുന്നോട്ടും നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും വിഷമങ്ങളായിരിക്കുമോ, അതോ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് സന്തോഷം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ടോ, നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. മൗണ്ടൻ ആണിത്. ചൈൽഡ്, ബേർഡ്, കേജ് ആൻഡ് കീ ആണിത്. കേജ് ആൻഡ് കീ. ഓക്കെ, ബേർഡ്സ്, ഉപ്സ് ഉഫ് വരലേന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ്, അത് വന്നിട്ടേ ഇല്ല. സ്നേക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, കുറച്ച് പാവിടെ ആയതുകൊണ്ട് സ്നേക്കാണത്. ഓക്കെ, ആക്ച്വലി മെസ്സേജസ് കാർഡ് എടുത്തേക്ക്, എന്നിട്ട് ഞാൻ പറയാം. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്ന പോലെ തോന്നി എനിക്ക്. ഓക്കെ, ഇവിടെ എന്തായാലും മൗണ്ടൻസ് കാണുന്നുണ്ട്. മൗണ്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഒരു ഒബ്സ്റ്റക്കിൾ എന്ന രീതിക്ക് എടുക്കാം. ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തടസ്സങ്ങൾ, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഇടയിൽ തടസ്സങ്ങൾ എന്തോ ഉണ്ട് എന്ന രീതിക്കാണ്. കുറച്ച് പേർക്ക് അത് ചിലപ്പോൾ കുട്ടികളായിരിക്കാം. ഓക്കെ, കുട്ടികൾ എന്ന് പറയുമ്പോൾ മേ ബി ഇവിടെ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിക്കാവാം. അവിടെ കുട്ടികൾ എവിടെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്. ഓക്കെ, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചിൽഡ്രൻ എവിടെയോ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി ഇവിടെ ഇന്നർ ചൈൽഡിൻ്റെ കൂടെ പറയാം. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഓക്കെ, അവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ ആവാൻ ചിലപ്പോൾ, നിങ്ങളുടെ പേഴ്സൻ്റെ ആവാൻ ചിലപ്പോൾ. ഓക്കെ, നമ്മളുടെ ഇന്നർ ചൈൽഡ്, ഓക്കെ, നമ്മളുടെ ഇന്നർ ചൈൽഡ് വൂൺസ് എന്ന് പറയും. ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് ഞാൻ. നമ്മളുടെ ഉള്ളിൽ ചില പേടികൾ, ഓക്കെ, ഫിയേഴ്സ്, നമുക്ക് ചില ബ്ലോക്കേജസ് നമുക്ക് ഉണ്ടാവും. അതിനെ നമുക്ക് ഇവിടെ ഇന്നർ ചൈൽഡ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകും എന്നുള്ള പേടി, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യില്ല എന്നുള്ള പേടി, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ള പേടി. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ഒരു ബന്ധത്തിൽ നമ്മൾ അടുക്കുമ്പോൾ പല പേടികളും നിങ്ങളുടെ ഉള്ളിൽ കയറി വരും. സോ അതൊക്കെ വരുന്നത് എവിടുന്നാന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഇന്നർ ചൈൽഡ് എന്നാണ് വരുന്നത്. അതായത് നമ്മൾ ചെറുപ്പം തൊട്ട് ചില അനുഭവിച്ചതോ കണ്ടതോ ആയ കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മളിങ്ങനെ ഈ ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫിൻ്റെ കൂടി വരും കേട്ടോ. ഓക്കെ, നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നിന്നുകൂടി ചിലപ്പോൾ വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തടസ്സമായിട്ടുണ്ട് ഇവിടെ. അതുമാത്രമല്ല വേറെയും എന്തോ തടസ്സങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ. അതിപ്പോൾ ഒന്ന് കുട്ടികളാണ്, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൻ്റെ പ്രശ്നങ്ങളാണ്, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും രണ്ടുപേരുടെ ആവാം. ആൻഡ് ഇവിടെ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി ആവാം, അവരുടെ ഫാമിലി, നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ, ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇവിടെ നമുക്ക് തടസ്സങ്ങളുണ്ട് എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു ഇവിടെ എന്താ പറയുക, മാന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ മാനിന് ഇതൊക്കെ ചാടി കയറി കടക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ മേലേക്ക് പോകാൻ സാധിക്കും. അങ്ങനത്തെ മാനാണിത്. മൗണ്ടൻ ഡിയർ എന്നൊക്കെ വിളിക്കാം നമുക്ക്. സോ ആ മാനിന് ഇത് കയറി പോകാൻ സാധിക്കും എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, അവിടെ മൗണ്ടനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ കുട്ടികളുടെ ഒരു കാര്യം കാണുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന രീതിയിൽ എടുക്കാം. അതിൻ്റെ ഇവിടെ കേജ് ആൻഡ് കീ എന്ന് പറയുന്നത്. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ
മനസ്സിന്റെ കീ നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറയാം. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി ഇത് ഇവിടെ സൊല്യൂഷൻസിന്റെ കാര്യമാണ്. അഗൈൻ ഇവിടെ നമ്മൾ പ്രോബ്ലം ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഇവിടെ സൊല്യൂഷൻ ആണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, എന്ത് തന്നെ പ്രശ്നമായാലും ഓക്കെ, അതിനെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ നിങ്ങൾക്ക് ഒരു വഴി, സൊല്യൂഷൻ കിട്ടും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്യാൻ സാധിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ അതിനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രീഡം കിട്ടുന്ന പോലെ പറയാം. ഓക്കെ, ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫ്രീഡം, ഓക്കെ, നിങ്ങൾക്കൊരു സൊല്യൂഷൻ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് ഇവിടെ ഇത് ഔളാണ്. ഔള് പറയുന്ന ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് മെസ്സേജസ് എന്ന് പറയും. അതിൻ്റെ ഈ മെസ്സേജസ് എങ്ങനത്തെയാന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ പേഴ്സൻ്റെ മെസ്സേജ് വരും. ഓക്കെ, അവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് വളരെ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും. ഇത് മൂങ്ങയാണ്. മൂങ്ങ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ നോളജ്, വിസ്ഡം, അറിവ് എന്ന് ആ രീതിക്കല്ലേ പറയാം. സോ നിങ്ങൾക്ക് എന്തോ ഒരു അറിവ് വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ആ മെസ്സേജ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരും. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലത് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്, നിങ്ങളെ സഹായിക്കാനുള്ളതാണ്. ഈ റിലേഷൻ ബെറ്റർ ആക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്താ നടക്കുന്നത്. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയും, സംസാരിക്കും, സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും പറയുമായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിൻ്റെ ഇവിടെ സ്നേക്ക് ഉണ്ട്. സ്നേക്ക് എന്ന് പറയുന്നതും നമുക്ക് തടസ്സമായിട്ട് തന്നെ എടുക്കാം. സോ ഇവിടെ കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയാണ് നമ്മൾ പറയാം. ഓക്കെ, തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ സ്നേക്ക് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും, ഓക്കെ, ജലസി കാരണമായിരിക്കാം നിങ്ങളോട് ആരെങ്കിലും ജലസി തോന്നുന്നത്, നിങ്ങളുടെ ബന്ധം കണ്ടിട്ട് നമ്മൾ പറയില്ലേ ആർക്കെങ്കിലും ഒക്കെ കണ്ണ് തട്ടുന്ന ആ രീതിക്കായിരിക്കാം. ഓക്കെ, ഇവിടെ സ്നേക്ക് അതിനെ അങ്ങനെ എടുക്കാം നമുക്ക്. ഓക്കെ, ഒരു കാർമിക് എന്തോ ഉണ്ട് ഇടയിൽ. അതിപ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഈവൻ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ആരെങ്കിലുമൊക്കെ ഒരു തരം ജലസി കൊണ്ട് ഓക്കെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും, വേണം വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അറിയാതെ തന്നെ നിങ്ങൾ കണ്ണു തട്ടുന്നതോ. 7 of Swords എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ. സോ ഒരു ചീറ്റിംഗ് എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സണിന് തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്കാവാം. ഓക്കെ, അത് കുറച്ച് പേര് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, 2-3 കാര്യങ്ങൾ ഇവിടെ വന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്ന് ഇന്നർ ചൈൽഡിന്റെ കാര്യം പറഞ്ഞു, ഒന്ന് വേറെ തടസ്സങ്ങളുടെ കാര്യം പറഞ്ഞു. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു ഇതുണ്ട്. സോ അങ്ങനെ 2-3 സിനാരിയോ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ് എന്ന രീതിയിലാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, ആക്ച്വലി ഇത് വായിച്ചിട്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ കുറച്ചുകൂടി എടുക്കണോ വേണ്ടേ നോക്കാം. ഇറ്റ്സ് ഹാർഡ് ടു ഷോ ബട്ട് ഐ ഡു കെയർ അബൌട്ട് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല പേഴ്സൺ. ഓക്കെ, തുറന്ന് അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല, പക്ഷെ അവർക്ക് നിങ്ങളോട് ഒരുപാട് കെയർ ഉണ്ട് എന്നാണ് പറയുന്നത്. വോണ്ട് ലെറ്റ് യു നോ ദറ്റ് ഐ അഡോർ ദ സ്മെൽ ഓഫ് യുവർ ഹെയർ ആൻഡ് ദ ഹോൾ ഓഫ് യു. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇത് രണ്ടും പറയുന്നത് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ്. നിങ്ങളെ അവർ ശരിക്കും അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങളുടെ സ്മെൽ ഓഫ് യുവർ ഹെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഷാമ്പുവോ സോപ്പോ അങ്ങനെ എന്തോ ഒരു ഇത് അവർക്ക് വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു മണം അവർക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. if only there were a time machine to bring us back to those beautiful memories എന്ന് പറയുന്നത്. സോ നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ ഒരുപാട് മനോഹരമായ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയെങ്കിൽ എന്നാണ് പറയുന്നത്. ഒരു ടൈം മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകായിരുന്നു ആ സമയത്തിലേക്ക് എന്നാണ് പറയുന്നത്. കാരണം അത്രയും നിങ്ങൾ തമ്മിൽ വളരെ നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഓവർ ഫ്രം എവറി സോഴ്സ്. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഇല്ല, നോ കോൺടാക്ട് സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, ഓൺലൈൻ ഉണ്ടോ, ഇതുണ്ടോ എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഈവൻ കോൺടാക്ട് ഉണ്ടെങ്കിലും ഓക്കെ മേ ബി അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, അവർക്ക് നിങ്ങളോട് എത്രത്തോളം കെയർ ഉണ്ട് എന്നൊന്നും തുറന്ന് പറയുന്നില്ല, പക്ഷെ അവർ സൈലൻ്റ് ആയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് എന്താണ് എന്നൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. സോ എവിടെയോ നിങ്ങളുടെ മേലൊരു കണ്ണ് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളും. ഓക്കെ, ആൻഡ് ആക്ച്വലി ഇതിവിടെ വന്നത് ദിസ് ഇസ് കമ്മിങ് ടു ആൻ എൻഡ് വന്നത് ഇതിൻ്റെ താഴെയാണ്. സോ ഞാനത് മാച്ചായിട്ട് തന്നെ എടുക്കുന്നു. 7 of Swords അതായത് സ്നേക്കിൻ്റെ താഴെയാണ് ദിസ് ഇസ് കമ്മിങ് ടു ആൻ എൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാനത് ആ രീതിക്ക് തന്നെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രണ്ടും ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ സെപ്പറേഷൻ വല്ലതും ഉണ്ടാവാം. സോ ആ സെപ്പറേഷൻ വരുന്നത് മേ ബി ഒരു പുതിയ തുടക്കം കൊണ്ടുവരും എന്ന രീതിക്കാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ ബോട്ടം ഞാൻ എന്താ കുറച്ച് നേരമായിട്ട് എനിക്കിവിടെ
ഓക്കെ സോറി, റിംഗ് ആണിത്. ഓക്കെ, സോ ബോട്ടം ഇതുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കാര്യമാണ്. കമ്മിറ്റ്മെൻറ്റ്, മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക, അതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഒരു ഓഫർ കിട്ടുന്ന കാര്യമാണ്, ഒരു പ്രപ്പോസൽ വരുന്ന കാര്യമാണ് കാണുന്നത്. എൻ്റെ ഇവിടെ എൻഡിങ്സ് മൈറ്റ് ബ്രിങ് ബെറ്റർ ബിഗിനിങ്സ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിലും ഒരു നല്ല പുതിയ തുടക്കം വരും എന്നാണ് പറയുന്നത്. എൻ്റെ ഇവിടെ നമുക്ക് ബോട്ടമും നല്ല പോസിറ്റീവാണ്. ഓക്കെ, വൺ മോർ തിങ്, ഇവിടെ നമ്മളിപ്പോൾ സപ്പോസ് തേർഡ് പാർട്ടിയുടെ കാര്യം എൻഡ് ആവുകയാണ് എന്ന രീതിക്ക് നമ്മൾ പറയുകയാണെങ്കിലും, ഓക്കെ, ആ സിറ്റുവേഷൻ എൻഡ് ആയി കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലൊരു ബെറ്റർ ബിഗിനിങ് വരും, അല്ലെ, ഒരു പുതിയ തുടക്കം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സോ രണ്ടും പോസിറ്റീവാണ് ഇവിടെ. എന്ത് തന്നെയായാലും ആ എൻഡിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ എടുത്തേക്കാം. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയാം. 1 റൈഡർ, ഗാർഡൻ, ഒന്നുകൂടി. ഓക്കെ, വെരി ഗുഡ്, ഫൈൻ. ഓക്കെ, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദാറ്റ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സന്തോഷമാണോ കൊണ്ടുവരുന്നത്, സങ്കടമാണോ കൊണ്ടുവരുന്നത്? കാരണം ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പീരീഡ് മാറി വരും. ഓക്കെ, ഈ പീരീഡ് മാറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്നാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ചില എൻഡിങ്സ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഇനാണ്. ആ എൻഡിങ്സ് വരുന്നത് എപ്പോഴും നമുക്കൊരു നല്ല ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ്, വീണ്ടും ഒരു നല്ല തുടക്കം വരാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ ചിലത് നല്ലത് പുതിയത് തുടങ്ങുകയും ചെയ്യും, അങ്ങനെയാണ്. സോ ഇവിടെ തേർഡ് പാർട്ടി അവസാനിക്കുകയാണെങ്കിലും ശരി, നല്ലതാണ്. ഓക്കെ, അല്ല നിങ്ങൾ തമ്മിൽ ഈവൻ ഒരു സെപ്പറേഷൻ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിലും ശരി, അതും നല്ലതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് റൈഡർ, ഗാർഡൻ ആൻഡ് ട്രീ എന്ന രീതിയിലാണ്. ശരിക്കും ഇത് പറയുന്നത് നമുക്കൊരു ന്യൂസ് വരുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു മെസ്സേജ് വരും. നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് ഓൾറെഡി ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു. സോ മെസ്സേജ് പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം, കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന രീതിക്കും ആവാം. ഇവിടെ ഗാർഡൻ ആണിത്. ഗാർഡൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിവിടെ ഒരു സെറമണിയാണ് ഉദ്ദേശിക്കുക. സെറമണി, സെലിബ്രേഷൻ, ആക്ച്വലി ഒരു പബ്ലിക് സെറമണി എന്ന രീതിക്കാണ് നമ്മളിവിടെ എടുക്കാറ്. എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മേ ബി ഒരു ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ എവിടെയും പുറത്ത് പോവുക, നിങ്ങൾ മീറ്റ് ചെയ്യുക. ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലേ, അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു സന്തോഷം വരുന്ന രീതിക്ക് നമുക്ക് പറയാം, സെലിബ്രേഷൻ വരുന്ന രീതിക്ക് എടുക്കാം. അതിൻ്റെ ഇവിടെ ട്രീ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ലെഗസി എന്ന രീതിക്ക് എടുക്കുക. ലെഗസി എന്ന് പറയുമ്പോൾ അതായത് ഇത് നമ്മുടെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാർഡ് പോലെയാണ്. നിങ്ങൾ ഫാമിലി ജനറേഷൻസ് പറയില്ലേ, ഒരു മരം നമ്മളിപ്പോൾ ഒരു വിത്ത് നട്ട് കഴിഞ്ഞു, ഒരു ഇപ്പം നിങ്ങളുടെ മുത്തശ്ശൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഒരു കാലത്ത് ആരെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു വിത്ത് നട്ടു എന്ന് വിചാരിക്കാം. വിത്ത് കുഴിച്ചിട്ടു, അല്ലേ, വിത്ത് കുഴിച്ചിട്ടു എന്ന് ആണെങ്കിൽ അത് ഓരോ ജനറേഷനും കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വളർച്ച, അല്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫലം കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം. സോ അതുപോലെ ഒരു ലെഗസി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കുന്ന കാര്യം അത് ജനറേഷൻസിന് മുന്നോട്ട് പോകും എന്ന രീതിക്ക്. സോ ഇവിടെ പറയുന്നത് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മാരേജിൻ്റെ കാർഡ് തന്നെയാണ്. ഓക്കെ, ഒരു മാരേജ് ചെയ്ത് നമ്മൾ ഒന്നിച്ചൊരു ഫാമിലി പോലെ നമ്മൾ കുട്ടികൾ, മക്കൾ, പേരക്കുട്ടികൾ, ആ രീതിക്കുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലും പറയാം. ഓക്കെ, നിങ്ങളിവിടെ പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യും. ഒരു മരം പോലെ, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് മരമാണ്, വെറുതെ ഒരു സാധാ മരമല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരം. ഓക്കെ, അത് കാലാകാലം നിലനിൽക്കും എന്ന രീതിക്കുള്ള ഒരു കാർഡാണ്. സോ യെസ്, വിഷമങ്ങൾ ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വിഷമമുണ്ട്. പക്ഷേ അതിൽ നിന്ന് ചിലപ്പോൾ ചില എൻഡിങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ എൻഡിങ്സ് നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് കൊണ്ടുവരും. ആൻഡ് നമ്മൾ ചോദ്യം എന്തായിരുന്നു, നിങ്ങൾക്ക് സന്തോഷങ്ങളാണോ ഈ റിലേഷൻഷിപ്പിൽ എന്നാണ്. യെസ്, ഉണ്ട്, സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ യെസ്, അതിലിടയിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്, ഇടയിൽ ചില കല്ലുകടി ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ആക്കാനും ഉള്ള അവസരം ഉണ്ടാവും. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.